ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? ഒരു കുക്കർ ബീഫ് റൈസ് ആണ് കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കിയെടുത്തൊരു ബീഫ് റൈസ് ആണ്. ബീഫ് ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പപ്പടം ഒരു സാലഡൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ബീഫ് റൈസ്. അപ്പോൾ നമുക്ക് എന്താണ് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യമ്മി ഷോർട്സ് ആൻഡ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയട്ടെ. ഇന്നത്തെ വീഡിയോ ഒരു നോൺ വെജ് റെസിപ്പിയാണ്. ഒരു കുക്കർ ബീഫ് റൈസ് ആണ്. അപ്പൊ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടില്ല, ഇതിന്റെ ഫസ്റ്റ് ട്രയൽ ആണ്. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഓക്കെ ആമി? ഓക്കെ. ഈ ഒരു കുക്കർ ബീഫ് റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്, അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാല്ലേ. അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ സവോളയാണ് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വേണ്ടത് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും 2 ചില്ലിയുമാണ്. അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ഒരു ടൊമാറ്റോയാണ്, അതും കട്ട് ചെയ്തൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട സ്പൈസസ് എടുക്കുക. അപ്പം ഞാൻ ഇത്രയും സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്: ബേ ലീഫ്, ഏലക്ക, പിന്നെ നമ്മുടെ കറുവപ്പട്ട, കുരുമുളക്. അപ്പോൾ ഇത്രയും സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് വേണം നമുക്ക്. ഇനി നമുക്ക് ബീഫ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസുമതി റൈസ് വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത്, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുക്കണ്ട, ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. ആവശ്യത്തിന് വേണ്ട പൊടികളും ആവശ്യത്തിന് വേണ്ട ഉപ്പ് എടുക്കുക, മഞ്ഞൾപ്പൊടി എടുക്കുക, പിന്നെ എടുത്തിട്ടുള്ളത് പെപ്പർ പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട കൊറിയാണ്ടർ പൊടി എടുക്കുക, പിന്നെ ചില്ലി പൗഡർ എടുക്കുക, പിന്നെ കുറച്ച് മാത്രം ബിരിയാണി മസാലയും കൂടി എടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വേണ്ട ഓയിൽ ഉണ്ടല്ലോ, ഒരു കുക്കർ എടുത്ത് ചോദിച്ചു കൊടുത്തിട്ട് ഓയിലും ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒനിയൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒനിയനൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ആ ഒനിയനൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ടൊമാറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടൊമാറ്റോ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അത്രയും പൊടികൾ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഇതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻഗ്രീഡിയൻസിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ തൈര് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിനയിലും മല്ലിയില ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബീഫിലോട്ട് മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ബീഫിനെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കുക്കർ അനുസരിച്ചായിരിക്കും നമ്മുടെ ബീഫിൻ്റെ വേവൊക്കെ. അപ്പോൾ ഏകദേശം എൻ്റെ കുക്കറൊക്കെ ബീഫൊക്കെ വെന്ത് കിട്ടിയതിന് ശേഷം കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്തേക്കുണ്ടല്ലോ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ റൈസ് ഇട്ട് ഒരു 2 വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബീഫ് റൈസ് റെഡി ആയിട്ടുണ്ടാവും. കുക്കർ ബീഫ് റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് 2 വിസിൽ വന്നു കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോണ്ടല്ലോ റൈസൊക്കെ സെറ്റ് ആയിരിപ്പുണ്ട്. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഈ ഫ്രൈ ചെയ്ത ഐറ്റംസും കൂടെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ റൈസ് അങ്ങനെ കഴിക്കാനും പറ്റുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ആയിരുന്നു. ഒരു മസാലയൊക്കെ കൂടി ഒരു റിച്ച് ആയിട്ടുള്ള ഒരു റൈസാണ്. ഓക്കെ, നമുക്കൊരു പപ്പടവും സാലഡും ഒക്കെ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പം വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എപ്പോഴും ബീഫ് ബിരിയാണി അല്ല, ഇതുപോലെ ബീഫ് റൈസും ഒക്കെ നമുക്ക് ഇടയ്ക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിച്ച് വിത്ത് മസാലയൊക്കെ ആയിട്ടുള്ള ഒരു റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കുക്കർ ബീഫ് റൈസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.